എല്ലാവരുണ്ട് അതിലുള്ള 5 പേര് പറഞ്ഞിട്ടുള്ളതല്ലേ. അത് പറയാം. ഹാരിഫ അറ്റത്തിരിക്കുന്നത്, ഇത് ജോസ് കോട്ടപ്പറമ്പിൽ, ഞാൻ സെക്രട്ടറി ചന്ദ്രമോഹനൻ, വൈസ് പ്രസിഡന്റ് TM യോഹന്നാൻ, മറ്റേ KM ശിവരാമൻ സംസ്ഥാന അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ നമസ്കാരം. തന്നിട്ടുള്ളത് പോലെ തന്നെ അടുത്ത ബുധൻ വ്യാഴം 25-26 തീയതികളിലായിട്ട് KSSPUവിൻ്റെ 34ാം ജില്ലാ സമ്മേളനം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമും ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രസ് റിപ്പോർട്ടുമാണ് ഞങ്ങൾ തന്നിട്ടുള്ളത്. സംഘടന കഴിഞ്ഞ 34 വർഷം കൊണ്ട് 1 ലക്ഷത്തിൽ തുടങ്ങി ഇപ്പോൾ ഒരു 3,18,900 മെമ്പർഷിപ്പ് ഉണ്ട്. തൃശ്ശൂർ ജില്ലയിൽ 31,945 മെമ്പർഷിപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തമായിട്ട് പെൻഷൻകാരുടെയും അതുപോലെ തന്നെ പൊതുസമൂഹത്തിൻ്റെയും ആവശ്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള യാതനകൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സംഘടനയാണ്. ഇതിനു മുമ്പുള്ള കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള ഓഖി, പ്രളയം, അതുപോലെ തന്നെ നമ്മുടെ കോവിഡ്, ഇതിലൊക്കെ ഞങ്ങളുടേതായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും മറ്റ് രീതിയിലുള്ള ഭൗതികമായിട്ടുള്ള സഹായങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയൽ സംസ്ഥാനങ്ങളിൽ, നമ്മുടെ രാജ്യങ്ങൾ ഉൾപ്പെടെ സംഘടന ഒരുപാട് സഹായങ്ങൾ ഇത്തരത്തിൽ നമ്മൾ ലാത്തൂരിലാണെങ്കിൽ, നേപ്പാളിലെ ദുരന്തത്തിലാണെങ്കിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഞങ്ങൾ ഏതാണ്ട് 5 വീടുകൾ ഒരു അതിദരിദ്രരായിട്ടുള്ള ആൾക്കാർക്ക്, സ്വന്തമായിട്ട് ഭൂമിയുണ്ടെന്ന് മാത്രം, അത്തരത്തിലുള്ള ആൾക്കാർക്ക് കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടായി. പെൻഷൻ കൊടുക്കുന്നുണ്ട്, മറ്റ് സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, സാമൂഹ്യമായിട്ടുള്ള ഒരുപാട് പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള അവകാശം, ഇതിനോടൊപ്പം തന്നെ സംഘടന പെൻഷൻകാർക്ക് നേടിയെടുക്കാനുള്ള ഒരുപാട് അവകാശങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷവും നിരവധിയായ പോരാട്ടങ്ങൾ നടത്തി. 22ഓളം ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ ഞങ്ങൾ സമരം സംഘടിപ്പിച്ചു. ഒക്ടോബർ 8 സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഞങ്ങൾ സമരം നടത്തി. അപ്പോൾ ഇത്തരത്തിലുള്ള സമരങ്ങളുടെ ഫലമായിട്ട് നമ്മളിതിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഇപ്പോൾ പെൻഷൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഏതാണ്ട് മിക്കവാറും ആവശ്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും നമുക്കത് ലഭിക്കുന്ന രീതിയിലുള്ള ഉത്തരവുകൾ പുറപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അത് കൃത്യമായ രീതിയിൽ നമുക്ക് ലഭിക്കും എന്ന് ഉറപ്പ് വരുത്തക്ക രീതിയിൽ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ പെൻഷൻ അതിനെക്കുറിച്ചുള്ള വലിയ ഡിമാൻഡ് ഞങ്ങൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. കമ്മീഷനെ നിയമിച്ചിരിക്കുന്നു, കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അഷ്വർഡ് പെൻഷന്റെ കാര്യം, അത് PFRDA നിയമം പിൻവലിക്കുക എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ആളുകളായിട്ട് കേന്ദ്ര ട്രേഡ് യൂണിയൻസിന്റെ ഒപ്പം നടത്തുന്ന സമരങ്ങൾക്കെല്ലാം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള പരിപാടികളുമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ PFRDA നിയമം സെൻട്രൽ ആക്ട് എന്നുള്ള നിലയ്ക്ക് ഇതുവരെയായിട്ടും അത് പിൻവലിക്കാനായിട്ട് തയ്യാറായിട്ടില്ല. അതുമൂലം ഇവിടെ ഉണ്ടായിട്ടുള്ള, അതിന് ബദലായിട്ടുണ്ടായിട്ടുള്ള പെൻഷൻ പദ്ധതികൾ ഒന്നും തന്നെ നമുക്ക് ഗുണകരമായിട്ട് ഉള്ളതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ PFRDA നിയമം പിൻവലിച്ചുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിലനിർത്തണം, പുനഃസ്ഥാപിക്കണം എന്നുള്ള ആവശ്യമായിട്ട് തന്നെയാണ്. അതാണ് നമ്മൾ ഏറ്റവും ഇനിയൊരു നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രക്ഷോഭങ്ങളുണ്ട്. പുതിയതായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പുത്തൻ വാലിഡേഷൻ ആക്ടിന്റെ, സെൻട്രൽ ഗവൺമെന്റ് ഈ ജീവനക്കാരുടെ വാലിഡേഷൻ, അവരുടെ പെൻഷൻ റൂൾസ് വാലിഡേഷന്റെ അത്തരത്തിലുള്ള ഫൈനാൻസ് ബില്ലിലുള്ള അമെൻമെന്റ് വന്നതോടുകൂടി ഈ 8ാം ശമ്പള പരിഷ്കരണം, അവരുടെ ശമ്പള പരിഷ്കരണത്തിൽ 1/1/26 മുതൽ പരിഷ്കരിക്കേണ്ട ആ ആനുകൂല്യത്തിൽ നിലവിലുള്ള പെൻഷൻകാർക്ക് പുതിയ പെൻഷൻ പരിഷ്കരണത്തിന്റെ ഉത്തരവുകൾ കൊടുക്കണ്ട എന്നുള്ള, അത് അത്തരത്തിലുള്ളൊരു വലിയ, ഈ PFRDA പോലെ തന്നെ ഈ വാലിഡേഷൻ ആക്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്നുണ്ട്.
സ്റ്റേറ്റ് ഗവൺമെന്റ് ഇപ്പൊ നമ്മുടെ ഇതിൽ ആ കാര്യത്തിലൊക്കെ നമുക്ക് ഒരു ടോട്ടലി സംതൃപ്തരല്ല. ഈ ഡിയർനെസ് റിലീഫൊക്കെ അതിന്റെ അരിയേഴ്സൊക്കെ ഇപ്പൊ കഴിഞ്ഞ മാസം ഒരു 3% കൊടുത്തു. ഈ ഏപ്രിലിൽ 10% ഒന്നിച്ച് കൊടുത്തുകൊണ്ട് 35% ഉയർത്തി ഡിയർനെസ് റിലീഫ് ക്ഷാമാശ്വാസത്തിന്റെ കുടിശ്ശികൾ തീർത്തിരിക്കുകയാണ്. പക്ഷെ അതിന്റെ മുൻപുള്ള ഏതാണ്ട് 286 മാസങ്ങളിൽ കുടിശ്ശികൾ നമുക്ക് ക്യാഷായിട്ട് കിട്ടാറുണ്ട്. അത് തരും എന്ന് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്ന് തരും, 4 വർഷമായിട്ട് തരും എന്ന് പറഞ്ഞതല്ലാതെ അത്തരം കാര്യങ്ങളെ കുറിച്ചൊരു വ്യക്തത വരാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ബാക്കി കാര്യങ്ങളിലെല്ലാം ഗവൺമെന്റ് ഇപ്പം അതിന്റെ കാലാവധി അവസാനിക്കാൻ പോകുന്ന കാലത്താണെങ്കിലും നമുക്ക് ഒരു പെൻഷൻകാർക്കും അത്തരത്തിൽ സ്വീകാര്യമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അതാണ് ഇതിന്റെ നമ്മുടെ ബാക്കി ഇനി അവശേഷിക്കുന്ന ബാക്കി ഡിമാൻഡുകളെ കുറിച്ച് ഞങ്ങളുടെ ഈ സമ്മേളനം തീർച്ചയായും. അപ്പോൾ അതില് നമ്മുടെ കേവലം ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളല്ല, പക്ഷെ അതില് നമുക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ വിഷമതകൾ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അതിനുണ്ടായിട്ടുള്ള കാരണങ്ങൾ, അത്തരം കാര്യങ്ങളിൽ ഇപ്പൊ പോരെങ്കിൽ നമ്മുടെ പശ്ചിമേഷ്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന യുദ്ധവും അതുപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ കെടുതികൾ, അതിലൂടെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അപകടകരമായിട്ടുള്ള നമ്മുടെ അടുക്കള പോലും കൂട്ടത്തക്ക രീതിയിൽ ഹോട്ടലുകൾ കൂട്ടിക്കൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള ആ സാമൂഹിക പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങളാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്നത്. അത്തരം വിഷയങ്ങളെല്ലാം തീർച്ചയായും നമ്മുടെ സമ്മേളനം ചർച്ച ചെയ്യുകയും നമ്മുടെ ഈ ഡിമാൻഡുകൾക്കൊപ്പം ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ നിലപാടുകൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ അത് ഞങ്ങളുടെ സംഘടനാ രേഖയിൽ അത് വളരെ വ്യക്തമായിട്ട് തന്നെ ഞങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ സമ്മേളനം ഇത് കഴിഞ്ഞാൽ മെയ് 18, 19, 20, 21 തീയതികളിൽ കോഴിക്കോട് വെച്ച് നമ്മുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നുണ്ട്, 34. ആ സമ്മേളനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വർഷത്തേക്ക് നമ്മൾ ഏറ്റെടുക്കേണ്ട മുദ്രാവാക്യങ്ങളെ കുറിച്ച് അവിടെ രൂപകൽപ്പന ചെയ്യുന്നത്. തീർച്ചയായും ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം അതിൽ ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകും. എന്തായാലും ഞങ്ങളുടെ ഈ സമ്മേളനത്തിന് നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകുകയും നമുക്ക് ഇതാണല്ലോ ഏറ്റവും പ്രധാനമായിട്ട്. ഞങ്ങൾക്കറിയാം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് അതിന്റെ സ്പേസിന്റെ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് വലിയ പരിപാടികൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ പോകും. എങ്കിൽ പോലും ഞങ്ങളെ മാക്സിമം ഞങ്ങളുടെ ഈ ഇതിന്റെ കാര്യങ്ങൾ നമുക്കത് അങ്ങോട്ട് അയക്കാനും, അപ്പൊ അതിൽ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ സംഘടന ഇങ്ങനെ വളർന്നു വരുന്നു. അതിനെതിരായിട്ട് ഒരുപാട് സംഘടനകൾ ഇപ്പോൾ ഇതിനെ തകർക്കാനായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സംഘടനയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കക്ഷി രാഷ്ട്രീയമോ ജാതി ഇതിന്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല, എല്ലാ വിഭാഗത്തിലും ഉൾക്കൊള്ളുന്നവരെ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിനെ തകർക്കാനായിട്ട് ചിത്ര നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ 34 കൊല്ലത്തിന് മുമ്പ് ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തെ ഇപ്പൊ പല രാഷ്ട്രീയ ഗ്രൂപ്പുകൾ അവരുടേതായിട്ടുള്ള സംഘടനകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ഒരു വർഷത്തേക്കാൾ 642 അംഗങ്ങളുടെ കൂടെ വർധനയോടുകൂടിയാണ് ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങളുടെ മെമ്പർഷിപ്പ് പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പൊ അതേ രീതിയിൽ സംഘടന ഏറ്റവും ഒരു ശക്തിക്കും എതിർക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രമാത്രം ശക്തമായിട്ട് തന്നെയാണ് സംഘടന പോകുന്നത്. മൊത്തം പെൻഷൻകാരുടെ എല്ലാ പ്രശ്നങ്ങളിലും എക്കാലവും ചെയ്തിട്ടുള്ള രീതിയിലുള്ള പരിപാടികളുമായിട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് എന്നത് നിങ്ങളുടെ വലിയ സഹകരണത്തോടു കൂടി നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഒരു മീഡിയ കവറേജ് എല്ലാ കാര്യത്തിലും ഉണ്ടാകണം. ഈ 2 ദിവസത്തെ പ്രോഗ്രാംസിനെ കുറിച്ചുള്ളത് എന്ന് പറയുന്നു. അതിൽ ഞങ്ങളുടെ രാജൻ എന്ന മന്ത്രിയാണ് നമുക്ക് ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം വരുമെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ വന്നുപെട്ട ഇലക്ഷന്റെ ഒരു തിരക്കിനിടയിൽ ഇതിൻ്റെതായിട്ടുള്ളതുണ്ടാവും. എന്നാലും നിങ്ങളുടെ സമ്പൂർണ്ണ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഒരു ചെറിയ കോംപ്ലിമെന്റ് ഞങ്ങളിവിടെ എത്തിച്ചിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്നാ ചോദിച്ചു. സർവീസ് പെൻഷൻ പുനഃസ്ഥാപിക്കുമെന്നാണ് ഇടതുപക്ഷ സർക്കാർ പറഞ്ഞിരുന്നത്. അതാണ് ജീവനക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ. അപ്പൊ ഇതുവരെയും ഇടതുപക്ഷ സർക്കാർ പുനഃസ്ഥാപിച്ചിട്ടില്ല. ഒരു കമ്മീഷന്റെ വയ്ക്കുന്ന പ്രകാരം അതായത് കലയോരാണ് നിങ്ങളുടെ കക്ഷി രാഷ്ട്രീയത്തിൽ ഇല്ലാത്തൊരു സംഘടനയാണെന്ന് ഇത് പറയും. തെരഞ്ഞെടുപ്പ് വന്നിട്ടുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഇറക്കുമതിയെ എതിർപ്പിച്ചോ ഭയം എന്താണ്? ആ കാര്യത്തില് ഞാൻ പറയാം. ഈ കാര്യത്തില് ഞാൻ പറഞ്ഞല്ലോ, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന സംഘടന എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ഏതെങ്കിലും ഒരു കക്ഷിക്ക് വേണ്ടിയിട്ട് നമുക്ക്
പ്രവർത്തിക്കാനായിട്ട് കഴിയില്ല, അങ്ങനെ ഞങ്ങൾ പ്രവർത്തിക്കുകയില്ല. ഈ സംഘടന അതേ രീതിയിൽ തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട്. ഏതെങ്കിലും ഒരു ഫ്രണ്ടിന് ഏത് ഗവൺമെന്റ് വന്നാലും നമുക്ക് പ്രശ്നമില്ല, നമ്മുടെ അവകാശങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. പ്രക്ഷോഭം നടത്തണമെങ്കിൽ പ്രക്ഷോഭം നടത്തും. ഈ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനെ സംബന്ധിച്ചിടത്തോളം സതീഷ് ചന്ദ്ര എന്ന് പറയുന്ന ആളിനെ കൊണ്ട് അവിടുത്തെ കമ്മീഷനായിട്ട് റിപ്പോർട്ട് വാങ്ങിയിട്ട് അതിന്റെ ഒരു ചരിത്രമുണ്ട്. അത് പബ്ലിഷ് ചെയ്യാതിരിക്കുക, ഏറ്റവും അവസാനം അതിന്റെ വിവരാവകാശ കമ്മീഷൻ അത് കൊടുക്കാതിരിക്കുക, സുപ്രീം കോടതിയിൽ പോയിട്ട് ഒരു വിഭാഗക്കാര് അതിന്റെ ഇത് വാങ്ങി. പക്ഷെ അതൊക്കെ ഇപ്പം അതിലുള്ള ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ അതൊരു PFRDA ആയി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആ PFRDA നിയമം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമമാണ്. ആ നിയമത്തിൽ എന്തെങ്കിലും ഒരു അത് ചെയ്തിട്ടുണ്ടെങ്കിലും സാർ ഒന്നും പ്രാവർത്തികമാക്കിയിട്ടില്ല. അവരുടെ ഫണ്ട് അവിടെ അടച്ചത് തിരിച്ചു കൊടുത്തിട്ടില്ല. ചിലരൊക്കെ അത് നിർബന്ധമായിട്ട് അത് നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ്, അതായത് ഒരു അഷ്വേർഡ് പെൻഷൻ പദ്ധതി എന്ന് പറഞ്ഞിട്ട് 50% നമ്മുടെ അവസാന ശമ്പളത്തിന്റെ 50 വാങ്ങുന്ന രീതിയിൽ അഷ്വേർഡ് പെൻഷൻ സ്കീമിന്റെ പദ്ധതികൾ അതിന്റെ കൂടുതലായിട്ടുള്ള വിശദാംശങ്ങൾ വന്നിട്ടില്ല. എന്തായാലും അത്തരത്തിലുള്ള ഒരു പദ്ധതി വരുന്നുണ്ട്. മറ്റത് സെൻട്രൽ ഗവൺമെന്റിന്റെ അത് ചെയ്യാതിരിക്കാൻ, നമ്മളതിലേക്ക് വരാതിരിക്കാൻ വേണ്ടി കുറെ കാലം കാത്തിരുന്നു. പക്ഷെ 1413 മുതൽ പങ്കാളിത്ത പെൻഷനിലേക്ക് നമ്മൾ കയറേണ്ടി വന്നു. അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ എടുക്കുന്നു. അത് അപ്പൊ നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതിന് കക്ഷി രാഷ്ട്രീയമില്ല, ഒരു ഇതിനെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുമില്ല. എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളിലും നമ്മൾ അതേപോലെ നിൽക്കുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട് തന്നെ സംഘടന. കേരളത്തിലെ പെൻഷൻ യൂണിയന്റെ ചരിത്രത്തിൽ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് KSSTU. 3.5 ലക്ഷത്തോളം അംഗങ്ങൾ കേരളത്തിലുണ്ട്. അങ്ങനെ കേരളത്തിൽ 3.5 ലക്ഷത്തോളം അംഗങ്ങളുള്ള മറ്റൊരു അധ്യാപക സംഘടന ഇല്ല തന്നെ. അതുപോലെ തൃശ്ശൂരില് 31,000-ൽ പരം അംഗങ്ങളുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും പ്രാദേശിക ചിന്തകൾക്കും ഉദ്യോഗത്തിന്റെ മേൽ താഴെയുള്ള ഘടകങ്ങൾക്കൊക്കെ അതീതമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ പ്രവർത്തിക്കുന്ന മറ്റൊരു സംഘടന കേരളത്തിലില്ല. ഇപ്പൊ കുറെ അവർക്ക് ഇങ്ങനെ ഒരു കൊണ്ടു നടക്കാനൊരു സാധനം ധരിച്ചിട്ട് കൊണ്ടു നടക്കാനായിട്ട് ഓരോ സംഘടനകൾ ഉണ്ടാവും. പക്ഷെ അതുകൊണ്ടൊന്നും സർക്കാരിന്റെ മുമ്പിൽ അവർക്കൊരു പ്രാതിനിധ്യം കിട്ടാൻ സാധ്യതയില്ല. എണ്ണപ്പെട്ട അംഗീകാരം കിട്ടിയ സംഘടന നമ്മുടേതാണ്. അപ്പൊ നമ്മുടേത് മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യത്തിലും നമ്മൾ സർക്കാരിനോട് സഹകരിക്കും. അത് ഏത് സർക്കാരായാലും ഞങ്ങൾ സഹകരിക്കും. രാഷ്ട്രീയത്തിന് അതീതമായ സംഘടനയിൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ പലരും പല രാഷ്ട്രീയത്തിന്റെ പേരിൽ വലത് ഇടത് കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞു അവരെ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ 100-ൽ താഴെ അല്ലെങ്കിൽ 150-ൽ താഴെയുള്ള അംഗങ്ങളുമായിട്ട് ലെറ്റർ പാഡ് അടിച്ചവർക്ക് നടക്കാൻ പറ്റുമെന്നുള്ളതിൽ കവിഞ്ഞ് പെൻഷൻകാരുടെ കാര്യങ്ങൾ പറയാനും അത് ശ്രദ്ധയോടെ കേൾക്കാനും നമ്മുടെ സംഘടന മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. 92-ല് കുറെ സംഘടനകൾ കൂടി ഇങ്ങനെ നടന്നിരുന്ന കാലത്ത് അന്നത്തെ മുഖ്യമന്ത്രി നിങ്ങൾ എല്ലാവരും കൂടി ഈ കാര്യം പറയാൻ വന്നിരുന്നത് എല്ലാവരും കൂടി ഒന്നാണല്ലോ, എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ഒന്നായിക്കൂടെ എന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ചിത്ര നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ എല്ലാവരും കൂടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് KSSTU. ഇതിനെ തകർക്കാനോ ഇതിനെ ഇല്ലായ്മ ചെയ്യാനോ ഇതിനെ കൊച്ചാക്കി കാണിക്കാനോ ആർക്കും സാധിക്കില്ല. അത്രയും നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ സംഘടന. സമ്മേളനവും ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ് സൂചിപ്പിച്ചത്. ഈ ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ 30 ലക്ഷത്തിലേറെ വരുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവരുടെ ആശ്രിതരുടെയും ചികിത്സയുമായി ബന്ധപ്പെട്ട് നടപ്പാക്കിയ മെഡിസെപ് പദ്ധതിയുടെ 2-ാം ഘട്ടമുണ്ട്. അത് സംബന്ധിച്ച് 1-ാം ഘട്ടത്തിൽ നിന്നും പരമാവധി ന്യൂനതകൾ പരിഹരിച്ച് കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കുക എന്നതാണ് നമ്മുടെ ഡിമാൻഡായിരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും മികച്ച ആശുപത്രികളെ എംപാനൽ ചെയ്യിക്കുക, അവിടുത്തെ ചികിത്സ മുഴുവനായും നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് ചർച്ചയും ഇതൊക്കെ നടന്ന് 2-ാം ഘട്ടം 2 വർഷക്കാലത്തേക്ക് നടപ്പാക്കി. 3 ലക്ഷമായിരുന്നു മുൻപുണ്ടായിരുന്ന ആനുവൽ കവറേജ്, അത് 5 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. പക്ഷെ ഇനിയും അതിനകത്ത് ന്യൂനതകൾ പലതുമുണ്ട്. എന്താണ് ന്യൂനത എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു അവകാശ പത്രിക തയ്യാറാക്കുന്നത് പോലെ തയ്യാറാക്കാവുന്ന ന്യൂനതയല്ല. അത് ഓരോ ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമായ ഇടപെടലുകൾ
മിനിമം നമുക്ക് പേഷ്യൻ്റ് റൈറ്റ്സ് എന്ന് പറയുന്ന രോഗികളുടെ അവകാശത്തെ പരിരക്ഷിക്കുക എന്ന കാര്യം പോലും പലപ്പോഴും പ്രശ്നമായി വരാറുണ്ട്. അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും വെവ്വേറെ പരാതി പരിഹാര സംവിധാനത്തിലൂടെ ജില്ലാ തലത്തിൽ, സംസ്ഥാന തലത്തിൽ, അപ്പലേറ്റ് അതോറിറ്റി അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ അത്തരമൊരു വിഷയവും നമ്മുടെ സമ്മേളനത്തിൽ ചർച്ചയ്ക്ക് പ്രധാനമായി വിഷയിപ്പിക്കുന്ന ഒന്നാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്.